ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ, അങ്ങനെ ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ച കാര്യം നിങ്ങളോട് പറഞ്ഞില്ലേ? എന്നാൽ ജോലി ഉപേക്ഷിക്കാൻ പോകുന്നത് നിങ്ങളോട് പറയണ്ടേ? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഗൈസ്, ഞാനത് ഉപേക്ഷിക്കുകയാണ്. നടക്കുന്നില്ല. നമ്മളെപ്പോലുള്ള മടിയന്മാർക്കൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല പണി എന്നതാണ് ഒരു വലിയ സത്യം. പക്ഷേ അതുകൊണ്ടല്ല കേട്ടോ, ഞാൻ നന്നായിട്ട് ആത്മാർത്ഥതയോടെയൊക്കെ പണിയൊക്കെ എടുത്തതാണ്, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ എന്താ പ്രശ്നം എന്നറിയാമോ? ടാർഗറ്റുള്ള ജോബാണ് ഗൈസ്. അത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, താങ്ങാൻ പറ്റണ്ടേ, എന്താ ചെയ്യുക? അങ്ങനെ അത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവിടെ പറഞ്ഞിട്ടില്ല, ഇന്ന് ഞാൻ അവിടെ പോയി ഇത് പറയാൻ പോവാണ്. സാർ എന്ത് പറയും എന്നെനിക്കറിയില്ല. എന്നെ നന്നായിട്ട് ആ സാറ് പൊക്കെയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ ഇടയ്ക്ക്. അതായത് ഭയങ്കര ആത്മാർത്ഥതയുള്ള ജോലിക്കാരിയാണ്, അതൊക്കെ പറഞ്ഞായിരുന്നു. നല്ല രീതിയിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ട് പോലും എനിക്കത് ഉപേക്ഷിക്കാൻ തോന്നി. വേറെ ഒന്നും കൊണ്ടല്ല, ടാർഗറ്റാണ്, തലവേദനയാണ്. നമുക്ക് അത്രയും വലിയ തലവേദന താങ്ങാനുള്ളൊരു കെൽപ്പൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഇന്ന് എൻ്റെ ഒരു അറിവിൽ ഇന്നലെ ഒരാൾ വേണ്ടെന്ന് വെച്ചു. ഞങ്ങൾ ഇന്ന് 2 പേര് വേണ്ടെന്ന് വയ്ക്കാൻ പോവാണ്. ബാക്കി ഇനി എത്ര പേര് വേണ്ടെന്ന് വെക്കുമെന്ന് ചോദിച്ചാൽ ഇനി 2 പേരും വേണ്ടെന്ന് വയ്ക്കാൻ വിചാരിച്ചിട്ടുണ്ടെന്നറിയാം. ടാർഗറ്റ് ആയതുകൊണ്ട് ഈ പ്രഷറും നോമ്പും എല്ലാം കൂടി നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. നമ്മൾ പിന്നെ പാവങ്ങളാണല്ലോ, നമുക്കതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പിന്നെ നമുക്ക് സെറ്റാവാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോട്ടെ, ആദ്യമായിട്ട് ജോലിക്ക് പോയതല്ല, ആദ്യമായിട്ട് പോയതല്ല, വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് പോയതാണ്. മുമ്പൊരിക്കൽ പോയിട്ട് ഞാൻ ഇതുപോലെ മതിയാക്കിയിരുന്നു. അങ്ങനെ അതും കൂടി നടന്നു. അങ്ങനെ ജോലിക്ക് പോകണമെന്നുള്ള ആഗ്രഹം എട്ടായി മടക്കി ഞാൻ പെട്ടിയിൽ വെക്കുമെന്നൊന്നും വിചാരിക്കണ്ട, അങ്ങനെയൊന്നുമില്ല. ഞാൻ അടുത്ത ജോലി അന്വേഷിക്കുന്നുണ്ട്. ടാർഗറ്റ് ഇല്ലാത്ത ജോലിയാവണമെന്ന് നിർബന്ധം എനിക്കുണ്ട്. എന്തായാലും ടാർഗറ്റ് ജോലി ചെയ്യുന്നവരോട് എന്താ പറയുക, നിങ്ങളെ ഞാൻ നമിച്ചു. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എങ്ങനെയാണ് ഗൈസ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ആ ഒരു പ്രഷറിൽ ജീവിക്കാൻ പറ്റുന്നത് വല്ലാത്തൊരു കാര്യം തന്നെയാണ് കേട്ടോ. എന്താ പറയുക, നിങ്ങൾക്ക് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. നമുക്ക് ചെറിയ ടാർഗറ്റുകളോ കേട്ടോ, വളരെ ചെറിയ ടാർഗറ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നതാണ്. എന്നിട്ട് പോലും നമ്മളെ കൊണ്ടത് പറ്റിയില്ല. അപ്പോൾ വലിയ വലിയ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യുന്ന ആൾക്കാർ അവർ വലിയൊരു സംഭവമായിരിക്കും കേട്ടോ ഈ ലോകത്തെ. ഗ്രേറ്റ്. എന്താ പറയുക, നിങ്ങളോട് എനിക്ക് അതേ പറയാനുള്ളൂ. നിങ്ങളൊരു സംഭവം തന്നെ കേട്ടോ. എത്ര സല്യൂട്ട് ചെയ്താലും മതിയാവത്തില്ല. ടാർഗറ്റുള്ള ജോലി ചെയ്യുന്ന എല്ലാവരെയും ഈ ഒരൊറ്റ മാസം പണിയെടുത്തത് കൊണ്ട് ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. ഓക്കെ.